ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വെള്ള കാന്താരി മുളക് കൊണ്ട് അച്ചാറുണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ വെള്ള കാന്താരി മുളക് എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പഴയ കവറ്, അതേപോലെ ബക്കറ്റ്, അതിലൊക്കെ ഇങ്ങനെ വിത്ത് പാകിയിട്ടുണ്ടാക്കിയതാണ്. അതിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന്ന് പൊട്ടിച്ചിട്ട് ഒരു അച്ചാറുണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പൊട്ടിക്കാൻ പോയതാണ്. ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു ചീനച്ചട്ടി നന്നായിട്ട് വെള്ളം പോവാനും വേണ്ടി ചൂടാക്കുക, കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതൊക്കെ ഈ കഴുകി വെച്ച കാന്താരി, വെള്ളക്കാന്താരി ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം വരെ. ചൂടാവാൻ മീൻസ് അതൊന്ന് പൊള്ളച്ച് വരണം, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും തട്ടണം, അതാണ് അങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മൂടി വെച്ച് പോയാൽ ഒരു ഭാഗം മാത്രം, അതിൻ്റെ അടി മാത്രം ഇങ്ങനെ വെള്ള പോലെ വരും, ഇങ്ങനെ പൊള്ളച്ച് പോലെ വരും. അപ്പോൾ എല്ലാ ഭാഗത്തും തട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇടക്കിടക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പം ഏകദേശം ഒരു ഇതായിട്ടുണ്ട്. അത് നമ്മളൊന്ന് വാങ്ങി വെക്കുക. അതിന് ശേഷം ആ ചട്ടിയിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ് കേട്ടത്. ഇതൊന്ന് നന്നായിട്ടൊരു ചുവപ്പ് നിറാവണത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൂടി വെച്ച് പോയാൽ അതിൻ്റെ അടിഭാഗം മാത്രം ഇതാവും, വേവാവും, അതിൻ്റെ മേലേക്കൊന്നും തട്ടൂല. അതുകൊണ്ടാണ് ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം ഏകദേശം ഇങ്ങനെ ഒരു ഇതായി വരുന്നുണ്ട്. ഞാനിത് വാങ്ങി വെക്കണതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഇത് നമ്മൾ വേറെ പാത്രത്തേക്കാക്കി വെക്കണതൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത്. ഇപ്പം ഇത് ഏകദേശം റെഡിയായി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അപ്പോൾ അങ്ങനെ ചുവന്ന് വരണം. വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും കൂടെ ചുവന്ന് വരണം, ഒരു ചുവപ്പ് കളറാവണത് വരെ. മൂത്ത് വരൂലേ, മൂക്കാന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലും മൂത്ത് വരിക എന്നൊക്കെ പറയുക. അതുവരെ നമ്മളിതിങ്ങനെ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കൊരു പാത്രത്തേക്ക് ഇതിപ്പോൾ എടുത്ത് വെക്കട്ടോ. അതിന് ശേഷം ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് കുറച്ച് കടുകിടുക. കുറച്ച് കടുകിട്ടതിന് ശേഷം അതൊന്ന് പൊട്ടണത് വരെ വെയിറ്റ് ചെയ്യുക. ആ കടുകൊന്ന് പൊട്ടണം. കടുക് ചൂടാവുകയെന്ന് പറഞ്ഞാൽ പൊട്ടലല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം വേപ്പിലിടുക, വേപ്പിൻ്റെ ഇലയില്ലേ അതിടുക. ഈ വേപ്പിൻ്റെ ഇലയൊക്കെ ഞങ്ങളെ വീട്ടിലുണ്ടായത് കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യും. അതിന് ശേഷം അച്ചാറ് പൊടി ഇടുക. അച്ചാറ് പൊടി ഒന്ന് ചൂടാവണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി കരിയരുത്. അത് അച്ചാറ് പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലെയിം നല്ല കുറവ്, സ്ലോ ഫ്ലെയിമിലാക്കുക. നന്നായിട്ട് കുറച്ചെടുക്കുക. അതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം കാണിച്ചെന്നല്ലോ, പുളിവെള്ളം ഒഴിക്കുക. പുളി ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിയിട്ട് വെക്കണം, അത് ഒഴിക്കുക. അതിന് ശേഷം ഈ കായപ്പൊടി ഇട്ടെടുക്കുക. കായപ്പൊടി ഇട്ട് ഒന്ന് തിളക്കണം. ഈ കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കണത് വരെ നമ്മളൊന്ന് എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളക്കണത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളക്കാനൊക്കെ നമുക്ക് നന്നായിട്ട് ഗ്യാസ് കൂട്ടി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ടെടുക്കുക. എന്നിട്ടും ഒന്ന് തിളക്കാനും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ആ നന്നായി തിളച്ചതിന് ശേഷം ഈ നേരത്തെ എടുത്ത് വെച്ച ആ മുളകില്ലേ അത് ഇതൊക്കെ ഇട്ടെടുക്കുക. മുളക് ഇപ്പോൾ എല്ലതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളകും
ഈ വെള്ളം ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് മിക്സായി, ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇപ്പം ഇതൊരു അച്ചാറായി. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സാധനം, ശർക്കരൻ്റെ അച്ചി. ഇത് ഇതിലേക്ക് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചിട്ട്, ഇതിപ്പോൾ ശർക്കരൻ്റെ അച്ചി ഒന്ന് തിളച്ച് വന്ന് നമ്മൾ അതിൻ്റെ അങ്ങനെ ഇടുന്നവരുണ്ട് കേട്ടോ, അതിങ്ങനെ ചെത്തിയിട്ട്. പക്ഷേ ഇത് ശർക്കര ആയതുകൊണ്ട് ഒരു എന്താണ് പലതും ഉണ്ടാവൂലേ. അപ്പോൾ ആ അരിപ്പയിൽ നിന്ന് അരിച്ചിട്ട് ശർക്കര അതിലേക്ക് തേച്ച് അതിലേക്ക് ഇങ്ങനെ കൊടുത്ത് അതിൽ അരിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മളൊന്ന് കുറച്ചൊരു എന്താ പറയുക സുർക്ക ഒഴിച്ചു കൊടുക്കുക. സുർക്കൻ്റെ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ചൊന്ന് സുർക്ക ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം സുർക്ക ഒഴിച്ച് കൊടുക്കുക. പുളി കുറച്ചും കൂടെ സുർക്കൻ്റെ പുളി അച്ചാറിനൊരു വേറിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ്. അത് ഇനി ഇപ്പം തന്നെ ഒഴിക്കരുത്. ഇനി നമുക്ക് കുറച്ചൊന്ന് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസാണിത്, അത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ മധുരം, ടൊമാറ്റോ സോസിൻ്റെ മധുരം, ശർക്കരൻ്റെ മധുരം, മറ്റേതിൻ്റെ എരിവ്, മുളകിൻ്റെ എരിവ്, ഇതൊക്കെ കൂടി ചേർന്നിട്ടൊരു മിക്സായിട്ട് ഭയങ്കര ടേസ്റ്റാവും. പിന്നെ കുറച്ചും കൂടെ ഒരു കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കായത്തിൻ്റെ ടേസ്റ്റ് ഇതിൽ ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഇപ്പം ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആ അടുപ്പിൽ തന്നെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇതിടുക, ഉലുവ, പിന്നെ കടുക്, പിന്നെ കുറച്ചൊരു അച്ചാറും പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക. അച്ചാർ പൊടി കുറച്ച് മതി. കുറച്ച് കായംപൊടി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരണത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഗ്യാസ് നന്നായി കുറച്ച് വെച്ചതിന് ശേഷം മാത്രം മതി ഇട്ടാ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എന്താണ് ഭയങ്കര ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരണത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇത് ഈ ചൂടിൽ തന്നെ മിക്സിയിൽ അടിച്ചെടുത്താൽ മിക്സി കേടുവരും. അതുകൊണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഓഫാക്കിയതിന് ശേഷമാണ് ഇത് അവിടെ വെച്ചിട്ടുള്ളത്. ഇതൊന്ന് പൊട്ടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. വെളിച്ചല്ല, മിക്സിയിൽ അടിച്ചെടുത്ത് ഞാൻ അതിലിട്ടതാണ്. അതൊന്ന് ഇറക്കി വെച്ച സംഭവത്തിലാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് ഞാൻ. ഇപ്പം ലേറ്റ് ഇട്ടു. ഇപ്പം കണ്ടില്ലേ, ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്ത് എന്താ പറയുക ഉലുവ, കടുക് ഒക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഇതൊന്ന് കുറുന്നനായി കിട്ടും, ഒന്ന് കുറുകി കിട്ടും. ഇപ്പം വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് തണുത്തതിൻ്റെ ശേഷം കുപ്പിയിലാക്കി വെച്ചതാ അത്. താങ്ക് യു.